വിവാഹത്തെ ഭയക്കുന്ന പെൺകുട്ടികളുടെ പ്രായം 20 കഴിഞ്ഞാൽ മിക്ക മാതാപിതാക്കൾക്കും വല്ലാത്തൊരു ആദിയാണ് മനസ്സിൽ. എത്രയും പെട്ടെന്ന് മകളുടെ വിവാഹം നടത്തി വലിയൊരു ഭാരം ഇറക്കി വെക്കുക എന്നതായിരിക്കും അപ്പോൾ അവരുടെ ചിന്ത. ആലോചനകൾ മുറുകുന്നതോടെ പെൺകുട്ടികളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങളും പ്രകടമാകാറുണ്ട്. ചിലർ വിവാഹ ആലോചനകളോട് മുഖം തിരിക്കാൻ തുടങ്ങുന്നതോടെ കുടുംബാന്തരീക്ഷം തന്നെ മാറും. വാശിക്കാരായ മാതാപിതാക്കൾ താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന നിലയിൽ അതിനോട് പ്രതികരിക്കുമ്പോൾ കുടുംബത്തിൽ കലഹത്തിന് അത് വഴിതെളിക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് പെൺകുട്ടി വിവാഹത്തെ എതിർക്കുന്നതെന്ന് അന്വേഷിക്കാൻ മിക്കവാറും തയ്യാറാകുന്നില്ല. വിവാഹത്തോടുള്ള മകളുടെ വിമുഖത കാരണം തിരക്കാൻ മെനക്കെടാതെ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന മാതാപിതാക്കളും നമുക്കിടയിൽ ഉണ്ട്. ആ വാശിക്ക് മുൻപിൽ താല്പര്യമില്ലാത്ത വിവാഹത്തിന് തയ്യാറാകുന്ന പെൺകുട്ടികൾ വിവാഹത്തിന് ശേഷം പങ്കാളിയുമായി പൊരുത്തപ്പെടാനാകാതെ വിവാഹമോചനത്തിലുള്ള സാഹചര്യം ഒരുക്കുന്നു. മകളെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മാതാപിതാക്കൾ മകളുടെ മനസ്സറിഞ്ഞുള്ള വിവാഹ ആലോചനകൾക്കാണ് മുൻതൂക്കം നൽകേണ്ടത്. ഇഷ്ടമില്ലാത്ത വിവാഹം മകളുടെ തലയിൽ കെട്ടിവെക്കുക വഴി അവളുടെ ഭാവിയാണ് ഇവർ നശിപ്പിക്കുന്നത് എന്നവർ ഓർക്കുന്നില്ല. എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ വിവാഹത്തെ എതിർക്കുന്നത്? വിവാഹപ്രായം പലരുടെയും മനസ്സിൽ പലതാണ്. പെൺകുട്ടിയുടെ പ്രായം 20 കഴിഞ്ഞാൽ പിന്നെ ബന്ധുക്കളുടെ സ്ഥിരം ചോദ്യമാണ്, ആലോചനയൊന്നും ശരിയായില്ലേ എന്ന്. പലയാവർത്തി ചോദ്യം കേൾക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾക്ക് ആദിയാണ്. പിന്നെ പരിചയക്കാർ വഴിയും അല്ലാതെയും വരനെ തേടിക്കൊണ്ടിരിക്കും. വിവാഹത്തോടെ പെൺകുട്ടികൾ മുഖം തിരിക്കാനുള്ള കാരണം പലതാവാം. പഠനം പൂർത്തിയാക്കി നല്ലൊരു ജോലി നേടുക എന്നതാവാം മിക്ക പെൺകുട്ടികളുടെയും ആഗ്രഹം. വിവാഹത്തിന് മുൻപ് സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിവാഹം അല്പം കൂടി നീട്ടിവെക്കുന്നതാണ് അഭികാമ്യം. ലൈംഗിക വിഷയങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയും വിവാഹത്തിന് വിമുഖത പ്രകടിപ്പിക്കാൻ ചില പെൺകുട്ടികൾക്ക് കാരണമാകുന്നുണ്ട്. വേദന നിറഞ്ഞ ലൈംഗിക ബന്ധം, പ്രസവം എന്നിവയെക്കുറിച്ചുള്ള വികലവും തെറ്റിദ്ധാരണയായ അറിവും പെൺകുട്ടികളിൽ വിവാഹത്തോടുള്ള താല്പര്യക്കുറവിന് കാരണമാകുന്നുണ്ട്. ലൈംഗികതയെക്കുറിച്ചുള്ള ശാസ്ത്രീയ വിദ്യാഭ്യാസത്തിന്റെ അഭാവം കൂട്ടുകാരികളിൽ നിന്നും ലഭിക്കുന്ന വികലമായ അറിവും പ്രശ്നങ്ങൾ സങ്കീർണമാക്കാറുണ്ട്.